മുഹറം മാസത്തിന്റെ അള്ളാഹുവിലേക്ക് ചേർത്ത ഷഹറുള്ള എന്ന് പറഞ്ഞ മാസത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്റെയും വഫാത്തിന്റെയും ദിവസമായ തിങ്കളാഴ്ച ലോക മുസ്ലിങ്ങൾ മുഹബ്ബീങ്ങൾ ഖുബ്ബത്തുൽ ഖദറാഇനെ മഹബ്ബത്ത് വെക്കുന്ന എല്ലാവരും നോമ്പോട് കൂടെ നിൽക്കുന്ന സമയം. അങ്ങനെയുള്ള ഒരു ദുഹാ ടൈമിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ വഫാത്ത് വാർത്ത വരുന്നത്. യാ റബ്ബ് യാ റബ്ബ്. ആ വഫാത്ത് വാർത്ത അറിഞ്ഞത് മുതൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ, അങ്ങാടിയിലും, മാർക്കറ്റിലും, പള്ളികളിലും, യതീംഖാനയിലും, കോളേജിലും എന്ന് വേണ്ട മുഅ്മിനീങ്ങളും മുഹബ്ബീങ്ങളുമായ ആളുകളുള്ള അകവും പുറവും ഏങ്ങി ഏങ്ങി കരഞ്ഞു. എല്ലാവരും കണ്ണീരൊഴുക്കി. ആ കണ്ണീരിൽ ജാതി മത വ്യത്യാസമില്ലാതെ പങ്കാളിത്തം വഹിച്ചു. അതാണ് ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങളുടെ ജീവിതം. അതാണ് കോയമ്മത്തങ്ങളുടെ ജീവിതം. ആ ജീവിതം എവിടെ നിന്ന് കിട്ടി? അവിടുത്തെ ഉപ്പ നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ താജുൽ ഉലമയുടെ വഫാത്ത്. ആ വഫാത്ത് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞു. ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞു. ഇതൊരു പാരമ്പര്യത്തിന്റെ ഒരു അനന്തരാവകാശത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓ പ്രിയപ്പെട്ടവരെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞ് വഫാത്ത് വാർത്ത കേട്ട സ്ഥലത്തേക്ക് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായി ഒഴുകി ജയിലിൽ അടക്കപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിരുന്നു, ശത്രുക്കൾക്ക് എന്റെ ജീവിതത്തെക്കാൾ എന്റെ മരണം അവരെ ബോധ്യപ്പെടുത്തുമെന്ന്. എന്റെ ജീവിതകാലത്ത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ വഫാത്തിന് ശേഷം എന്നെ അവർക്ക് മനസ്സിലാക്കാം എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്ത് വാർത്ത കേട്ടിട്ട് ജനലക്ഷങ്ങൾ ഒഴുകി. ആ വഫാത്ത് വാർത്ത കേട്ട് ഒഴുകിയിരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഒഴുകിയെത്തിയ ആ വരവും ആ ജനാസ നിസ്കാരവും അത് കണ്ടുകൊണ്ട് 20,000-ഓളം വരുന്ന ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹാന്മാരുടെ വേർപാട് അത് വഫാ.